നിനക്കെങ്ങനെ പൊങ്ങച്ചം കാണിച്ച് മറ്റുള്ളവരെ അപമാനിച്ച് നടക്കാൻ നിന്റെ അച്ഛന്റെ കെയർ ഓഫ് വേണം. എന്റെ കെയർ ഓഫ് ഞാൻ തന്നെയാ. അച്ഛന്റെ തണലിൽ ജീവിക്കുന്ന ഒരു അഹങ്കാരി അല്ല ഞാൻ. സ്വന്തം അധ്വാനം കൊണ്ട് കുടുംബം പോറ്റുന്നവളാ. നിന്റെ കുടുംബ മഹാത്മ്യം ഒന്നും നീ എന്നെ കൊണ്ട് എഴുന്നള്ളിക്കണ്ട. ഒരു കൊലപാതകിയുടെ മകളല്ലേടി നീ. ചെയ്യാത്ത തെറ്റിന്റെ പേരില് ആരൊക്കെയോ ചേർന്ന് ചതിച്ച് എന്റെ അച്ഛനെ ശിക്ഷിച്ചു എന്നുള്ളത് നേരാ. നിന്റെ കാര്യത്തിലും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഈടിക്കാര് നിന്റെ വീടിന്റെ മുന്നിൽ വന്ന് വളഞ്ഞു നിൽക്കുന്നൊരു ദിവസം വരും. അങ്ങനൊരു ദിവസം വന്ന അന്ന് നിന്റെ അച്ഛനും എന്റെ അച്ഛന്റെ അവസ്ഥയിൽ വരില്ലെന്ന് ആര് കണ്ടു? എടി, ഇനി ഒരു അക്ഷരം വേണ്ടിയ നിന്നെ ഞാൻ കൊന്നുകളയും. എന്നോട് കൽപ്പിക്കാൻ ഇത് നിന്റെ മണിമാളികയൊന്നും അല്ല, ഇവിടുത്തെ സെർവൻ ക്വാർട്ടേഴ്സാ. ഇവിടെ വന്ന് നീ എന്നെ ഭരിക്കരുത്. ഇനി നീ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാ നേരത്തെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ നിന്നെ തല്ലീന്ന് അനസൂയ പറഞ്ഞപ്പോ നീ മിണ്ടാതെ നിന്നില്ലേ? അതിന്റെ പേരില് എന്റെ ഡ്രസ്സ് നശിപ്പിക്കാൻ നോക്കിയില്ലേ? അതിന് പകരമായി ഇവിടെ വച്ച് നിന്റെ കാരണം അടിച്ച് പൊളിക്കും ഞാൻ. ഇപ്പൊ ഞാൻ നിന്നെ തല്ലിയ ചോദിക്കാൻ ഒരാളും ഉണ്ടാവില്ല. മനസ്സിലായോടി? എന്റെ മുമ്പിൽ എന്തോ വലിയ പെർഫോമൻസ് നടത്താൻ വേണ്ടിയാ നീ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയാം. ഇപ്പൊ അത് ഇറക്കണ്ട. ഇറക്കിയാ നിനക്ക് തന്നെ അതിന്റെ ദോഷം. ഈ അപമാനത്തിന്റെ കണക്ക് ഞാൻ തീർത്തിരിക്കും. ഇത് ഞാൻ കുറെ കേട്ടതാ. എന്നെ തീർത്തു കളയുന്ന് ഇവിടെ തന്നെ കുറെ പേര് വീമ്പിളക്കിയിട്ടുണ്ട്. എന്നാ ഞാൻ ഇപ്പോഴും ഒരു കുഴപ്പവും പറ്റാതെ ഇവിടെ തന്നെ ഉണ്ട്. എന്നെ ഒരു ചുക്കും ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റില്ല ദക്ഷേ. എങ്കിൽ ഈ ദക്ഷ നിന്നെ വെല്ലുവിളിക്കുന്നു. കോളേജിലെ സ്റ്റേജിൽ കയറി നീ അരങ്ങ് തകർക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? ആ നാടകത്തിൽ നായികയായി നീ വിലസില്ലാന്ന്. ഈ പരിഹാസച്ചിരിയൊക്കെ നിന്റെ മുഖത്തുനിന്ന് മാറും. എന്നെ ധിക്കരിച്ച് നീ സ്റ്റേജിൽ നാടകം കളിക്കാൻ കേറിയ അതെ, നിന്റെ അവസാനത്തെ കളിയായിരിക്കും. ആ സ്റ്റേജിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതേ നിന്റെ ശവമായിരിക്കും. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ആഭ്യന്തരമന്ത്രിയായ നിന്റെ സ്വന്തം അച്ഛന്റെ തണലിൽ നിന്നുകൊണ്ടല്ലാതെ നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കൊന്നും നീ വളർന്നിട്ടില്ല ദക്ഷേ. ഈ അടുക്കളക്കാരിയായ ചിന്നുവിന്റെ അടുത്ത് ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ നിന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. അതിനുവേണ്ടി ശ്രമിച്ച നീ വീണ്ടും വീണ്ടും നാണം കെടും. അതുകൊണ്ട് നിന്ന് വേർക്കാതെ എത്രയും വേഗം നിന്റെ വീട്ടിലെ AC മുറിയിൽ പോയി സ്വസ്ഥമായിട്ട് വിശ്രമിക്കാൻ നോക്ക്. നിനക്ക് പണിയൊന്നും ഇല്ലെങ്കിലും എനിക്കിഷ്ടം പോലെ പണിയുള്ളതാ. നിന്റെ ഈ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നാടകത്തിൽ ജൂലിയറ്റായി നീ വേഷം ഇടുന്ന നിമിഷം അന്ന് നീ തീരും. നിന്നെ ഞാൻ തീർത്തിരിക്കും. ആണോ? എങ്കില് ആ ഒരു നിമിഷത്തിന് വേണ്ടി ഈ കല്യാണി കാത്തിരിക്കും.